ഒരു ഏകാദശി ദിനം ബർസാനയിലെ സ്ത്രീകൾ പൂജയെല്ലാം കഴിഞ്ഞ് തങ്ങളുടെ ജീവിത പങ്കാളികളോടൊപ്പം വ്രതം മുറിക്കാൻ ഒരുങ്ങി. എന്നാൽ രാധയ്ക്ക് മാത്രം തന്റെ പ്രാണനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ടില്ലായിരുന്നു. രാധ വിഷമത്തോടെ കൃഷ്ണനെ തിരഞ്ഞ് അങ്ങുമിങ്ങുമായി നടന്നു. ഒടുവിൽ രാധാറാണി ബർസാനയിലെ ഒരു പുഴയോരത്ത് വെച്ച് അവൾ ശ്രീകൃഷ്ണനെ കണ്ടെത്തി. വ്രതം മുറിക്കുന്നതിന്റെ ഭാഗമായി പ്രിയതമന്റെ കൈകളിൽ നിന്ന് ഒരു തുള്ളി ജലം സ്വീകരിക്കാൻ രാധ കൈ നീട്ടിയതും ആകാശം ഭീകരമായി ഇരമ്പി. ഒരു വലിയ ശബ്ദത്തോടെ ഇടിമിന്നലുണ്ടായി. അത് കേട്ടതും എല്ലാവരും ഭയന്നു വിറച്ചു. ഉഗ്രപത്ത് അലറിക്കൊണ്ട് പറഞ്ഞു, ഇത് ദേവേന്ദ്രന്റെ കോപമാണ്. അദ്ദേഹം നമ്മെ നശിപ്പിക്കാൻ വരികയാണ്. നിമിഷ നേരം കൊണ്ട് പേമാരി തുടങ്ങി. ശക്തമായ മഴയിൽ എല്ലാ സ്ഥലങ്ങളും വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. ഉഗ്രപത്ത് വീണ്ടും പറഞ്ഞു, കൃഷ്ണൻ കാരണമാണ് എന്റെ ആരാധ്യനായ ഇന്ദ്രദേവന്റെ കോപം നമുക്ക് നേരെ തിരിഞ്ഞത്. ഇത് കേട്ട് വ്യാകുലനായ രാധാറാണിയുടെ പിതാവ് വൃഷഭാനു ശ്രീകൃഷ്ണനോട് പറഞ്ഞു, മകനെ, നമ്മൾ സാധാരണ മനുഷ്യരാണ്. ദേവേന്ദ്രനുമായി നമുക്ക് പോരിടാൻ കഴിയുകയില്ല. നീ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കണം. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിസമ്മതിച്ചു. അപ്പോൾ ഉഗ്രപത്തിന്റെ മകനായ അയാൻ അവിടെ എത്തുകയും പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ, നീ ഇന്ദ്രന്റെ സ്ഥാനത്ത് ഈ കല്ലിനെയാണോ പൂജിച്ചത്? ഈ ഗോവർദ്ധൻ നമ്മളെ രക്ഷിക്കുമോ? അത് കേട്ടതും ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ കാൽ ശക്തിയായി താഴേക്കമർത്തി. ആ സമയം ഗോവർദ്ധന പർവ്വതവും ഭൂമിയുമായൊരു ചെറിയ വിള്ളലുണ്ടായി. അത് കണ്ടു നിന്നവരെല്ലാം ആ കാഴ്ചയിൽ അത്ഭുത സ്തംഭതരായി മാറി നിന്നു. കഥ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് ശ്രീ രാധാകൃഷ്ണ എന്ന് ടൈപ്പ് ചെയ്യൂ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.